ഹായ് ഓൾ, എല്ലാവർക്കും മീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേർപ്പൊക്കെ ആയിട്ട് ഇതേപോലെ ചെളി നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ച് കിടക്കാറുണ്ട് അല്ലേ കോളറിൽ. അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇത്ര അഴുക്ക് പിടിക്കാതിരിക്കാനായിട്ട് ആ ഷർട്ട് ഇടുന്നതിന് മുമ്പേ ഒരു കുഞ്ഞ് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കോളറിൽ ഒരുപാട് അഴുക്കൊന്നും ആവില്ല, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മോൻ്റെ ഒരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോളറൊക്കെ നല്ലപോലെ നീറ്റാണ്. ഇതേപോലെയുള്ള ഷർട്ട് കുറച്ച് സമയം യൂസ് ചെയ്താൽ തന്നെ ആ ഒരു കോളറിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് അഴുക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ആ ഷർട്ടിൻ്റെ കോളറിൽ ഇതേപോലെ പൗഡർ നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ കോളറിൽ അത്യാവശ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോളറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കോളറിൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൗഡറെല്ലാം ഇതേപോലെ സ്പ്രെഡ് ആവുകയും ചെയ്യും. ഞാനൊരു തവണ ഇതേപോലെ ചെയ്തതിന് ശേഷം 2-3 തവണ ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു ഒത്തിരിയുള്ള പൗഡറൊക്കെ നമുക്ക് സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വേർപ്പൊന്നും ഒറ്റയടിക്ക് ആ ഒരു ഷർട്ടിലേക്ക് ആവില്ല. മാത്രമല്ല കോളറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് അഴുക്ക് പിടിക്കുകയല്ല കേട്ടോ. അപ്പോൾ ഇനി ഷർട്ടൊക്കെ ഇടുന്നതിന് മുമ്പ് ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് കോളറിൽ മാത്രമല്ല, പിന്നീട് ഷർട്ടിൻ്റെ ഒരു ഭാഗം വരുന്നത് കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗമാണ്. അവിടെയും വേർപ്പിൻ്റെ അംശമൊക്കെ വന്നിട്ട് മഞ്ഞ കളറൊക്കെ ആവാറുണ്ട്. ഞാൻ കക്ഷത്തിൻ്റെ ഭാഗത്തും ഞാൻ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കോളറിലും രണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലാണ്. കുറച്ച് നാൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു വഴുവഴുപ്പൊക്കെ വരും. അത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഒത്തിരി സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് നാരങ്ങയുടെ തൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് നാരങ്ങയൊന്നും ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ള നാരങ്ങയുടെ തൊലി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ലിഡൊന്ന് നല്ലപോലെ ടൈറ്റ് ആയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കറയും അഴുക്കും വഴുവഴുപ്പൊക്കെ നല്ല പോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കറയൊക്കെ എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അഴുക്കൊക്കെ ഇളകിയിട്ടുണ്ട്. ഞാൻ ആ ഒരു തവി വെച്ചിട്ട് ഞാൻ ആ ഒരു നാരങ്ങത്തോല് വെച്ചിട്ട് വീണ്ടും ആ ഒരു ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഒടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ കല്ലുപ്പും നാരങ്ങയും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവും നല്ല പോലെ എനിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ അഴുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ കളർ നോക്കി നല്ല പോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതേ ലെമണിൻ്റെ തൊലി തന്നെ എടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ പുറം ഭാഗവും ഇതേപോലെ ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുത്ത് വരാം. ഇപ്പോൾ ഞാനിത് നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന അഴുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നോക്കിയാൽ നല്ല പോലെ എനിക്ക് ഉള്ളൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും അഴുക്കോ കറയോ വഴുവഴുപ്പോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. സാധാരണയായിട്ട് പാറ്റയും കൂടെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ നമ്മുടെ കിച്ചണിലെ സിങ്ക് തന്നെയാണ്. കാരണം അതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ അല്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്ക് നല്ല പോലെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ആ ഒരു സിങ്കിൻ്റെ ഹോളിലേക്ക് ഇതേപോലെ ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ഹോള്. അപ്പോൾ അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. കുഞ്ഞു സൂത്രം നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ സിങ്ക് നല്ലപോലെ നീറ്റായിരിക്കുകയും പാറ്റയുടെയോ അല്ലെങ്കിൽ പ്രാണികളുടെ ഒന്നും ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഇതേപോലെ സ്വിച്ച് ബോർഡിനുള്ള കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ മക്കൾ അതിൽ കൈയിടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അല്ലേ. അതൊക്കെ നമുക്ക് അപകടം വരുത്തി വെക്കുന്നൊരു കേസ് കൂടിയാണ്. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ പൊട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പൊട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഹോൾസൊക്കെ ഞാൻ ആ പൊട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള സൈസിലുള്ള പൊട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഞാൻ ഇതേപോലെ എല്ലാ ഹോൾസും പൊട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പുമാണ് കേട്ടോ. വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡാണിത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുതന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് റെഡ് ആക്കി കൊടുത്തത്. അതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് അരിച്ച് ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ എനിക്ക് ആ ഒരു സ്വിച്ച് ബോർഡ് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ തുടച്ചെടുത്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണിത്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. സ്വിച്ച് ബോർഡിൽ ഒത്തിരി സ്വിച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ വീട്ടുകാർക്ക് തന്നെ അത് ഏതിൻ്റെയൊക്കെ സ്വിച്ചാന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും നമ്മളൊരു സ്വിച്ച് ഓണാക്കേണ്ട സമയത്ത് മാറിപ്പോയി വേറെ എന്തെങ്കിലുമൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണാണ്ട് പോയാൽ ലൈറ്റൊക്കെ ഒരുപാട് സമയം കത്തി നമുക്ക് കറണ്ട് ബില്ലൊക്കെ നന്നായിട്ട് വരാറുണ്ട്. അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ടൊരു അതിഥി വന്നാൽ പോലും പെട്ടെന്ന് സ്വിച്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം 352ഓളം സ്റ്റിക്കറുകൾ ഇതിലുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 70 രൂപയാണ് കേട്ടോ. ഒത്തിരി സ്റ്റിക്കറുകളുണ്ട്. ഒത്തിരി സൗകര്യമുള്ള വീടൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അനുസരിച്ചുള്ള സ്റ്റിക്കറുകളുണ്ട്. എനിക്കിതിൽ വളരെ കുറച്ച് സ്റ്റിക്കറുകൾ മാത്രമേ ആപ്റ്റായിട്ടുള്ളൂ കേട്ടോ. വാഷിംഗ് മെഷീന്, TV, ഫാന് എന്ന് വേണ്ട എല്ലാത്തിനും പറ്റിയ സ്റ്റിക്കറുകൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒട്ടിക്കാൻ പോകുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ 2 ലൈറ്റ് ഞാൻ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ റൂമിലും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൽ ഞാൻ കണ്ടില്ലേ 2 പ്ലഗിൻ്റെ സ്വിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ലാമ്പിൻ്റെയാണ്. പിന്നെ അതേപോലെ ഒന്ന് ലൈറ്റിൻ്റെ സ്വിച്ചും മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്വിച്ച് ഉള്ളത് എനിക്ക് ഫാനിൻ്റെയാണ് കേട്ടോ. അതും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫാനിൻ്റെ ആയാലും ഇതേപോലെ സ്റ്റിക്കർ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ സ്വിച്ചും മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ പോലും ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ അതാത് സ്വിച്ചുകൾ ഓണാക്കാനും നമ്മളറിയാതെ പുറത്ത് ഏതെങ്കിലും ഒരു ലൈറ്റ് ഓണാകുകയോ ഒരുപാട് ഇലക്ട്രിസിറ്റി ചിലവാകുകയില്ല. അപ്പോൾ ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലുള്ളതാണ് കേട്ടോ. TVയുടെ സ്വിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് അതേപോലെ 3 ലൈറ്റാണുള്ളത്. ഒരു ലൈറ്റിൻ്റെ സിമ്പൽ ഞാൻ പൊക്കി പേസ്റ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേത് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല വീട്ടിൽ വരുന്ന ആർക്കും ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ സ്വിച്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.